ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയ പേരാണ് ഫ്ലൈയിംഗ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോൻ. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പരംവീർ ചക്ര ലഭിച്ച ഏക ഓഫീസറാണ് അദ്ദേഹം. 1971 ഡിസംബർ 14 ഇന്ത്യ പാക് യുദ്ധത്തിനിടെ പാകിസ്ഥാന്റെ 6 F-86 സാബർ ജെറ്റുകൾ ശ്രീനഗർ എയർബേസിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. ഇത്രയധികം ശത്രു വിമാനങ്ങളെ നേരിടാൻ ഒറ്റ വിമാനത്തിന് സാധിക്കില്ല. എങ്കിലും ഒരു നിമിഷം പോലും വൈകാതെ തന്റെ ജീവൻ പോലും പണയം വെച്ച് സെഖോൻ റൺവേയിലേക്ക് കുതിച്ചു. ശത്രു വിമാനങ്ങളുടെ ആക്രമണത്തിനിടയിലും അതിവേഗം ടേക്ക് ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. റൺവേയിലുണ്ടായിരുന്ന സെഖോന്റെ ഏക ഗ്നൗട്ട് വിമാനം ഉപയോഗിച്ച് തന്റെ ജീവൻ പണയം വെച്ച് അദ്ദേഹം ആകാശത്തേക്ക് കുതിച്ചു. ശത്രു വിമാനങ്ങൾ വളഞ്ഞപ്പോഴും പതറാതെ പോരാടിയ സെഖോൻ മിനിറ്റുകൾക്കകം തന്റെ ചെറുവിമാനം ഉപയോഗിച്ച് 2 പാക് സാബർ ജെറ്റുകളെ വെടിവെച്ചു വീഴ്ത്തി. ഈ അവിശ്വസനീയമായ ചെറുത്തുനിൽപ്പ് ശത്രുക്കളെ അമ്പരപ്പിച്ചു. ഒടുവിൽ നിരവധി വെടിയേറ്റ് വിമാനം തകരുകയും ആ ധീരൻ ശ്രീനഗറിന്റെ മണ്ണിൽ വീരമൃത്യു വരിക്കുകയും ചെയ്തു. സെഖോന്റെ ധീരതയും ത്യാഗവും എക്കാലവും ഇന്ത്യൻ സൈന്യത്തിന് പ്രചോദനമാണ്. രാജ്യം അദ്ദേഹത്തിന് മരണാനന്തരം പരംവീർ ചക്ര നൽകി ആദരിച്ചു. അതുപോലെ പരംവീർ ചക്ര ആദ്യമായി ലഭിച്ച മേജർ സോംനാഥ് ശർമ്മ 100 സൈനികരുമായി ആയിരങ്ങളെ നേരിട്ട ആ ധീരന്റെ കഥ ഈ വീഡിയോയിൽ കാണാൻ മറക്കരുത്.